ഹലോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇപ്പം ക്രിസ്മസ് എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് യൂസ്ഫുൾ ആവുന്ന കുറച്ച് സ്റ്റഡി ടിപ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ ഈ ടിപ്സൊക്കെ എനിക്കും കൂടെ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടിപ്പ് നമ്പർ 1, മേക്ക് സ്റ്റഡി പ്ലാൻ. അപ്പോൾ നമ്മൾ ഓരോ ദിവസം പഠിക്കാനുള്ള സബ്ജക്റ്റും അതേപോലെ തന്നെ ടോപ്പിക്സും ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ദിവസം ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്യണമെന്ന് ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത് ഓരോ ദിവസം വേണമെങ്കിലും പ്ലാൻ ചെയ്യാം, അല്ലാതെ ടോട്ടൽ സബ്ജക്റ്റിനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഡേയും കവർ ചെയ്യേണ്ട ടോപ്പിക്സ് ഇതേപോലെ എഴുതിയിട്ട് വാളിൽ ഹാങ് ചെയ്തിടുമ്പം കുറച്ചും കൂടെ നമുക്ക് പഠിക്കാനായിട്ട് ഈസി ആയിരിക്കും ഉണ്ടാവുക. സെക്കൻഡ് ടിപ്പ്, ഫോക്കസ് ഓൺ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഫസ്റ്റ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെയും സിലബസ് എഴുതി വെക്കുക. അതിൽ വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റേഴ്സ് ഫസ്റ്റ് പഠിക്കാൻ തുടങ്ങാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം കൂടുതൽ മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് തന്നെ കവർ ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് സിലബസിൽ അടയാളപ്പെടുത്തിയിട്ട് ഫസ്റ്റ് അത് പഠിക്കാൻ നോക്കുക. അപ്പോൾ അതിനു വേണ്ടി ഫസ്റ്റ് തന്നെ സിലബസ് ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ഇതേപോലെ എഴുതി വെച്ചിട്ട് അത് വെയിറ്റേജ് കൂടുതലുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പഠിക്കാനിരിക്കുമ്പോൾ അത് ഓരോന്നും നോക്കിയിട്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വേഗം നമുക്ക് ചാപ്റ്റേഴ്സ് കവർ ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വിട്ടുപോവുകയും ചെയ്യത്തില്ല. ടിപ്പ് നമ്പർ 3, യൂസ് ഷോർട്ട് നോട്ട്സ്. അപ്പോൾ നമ്മൾ എന്ത് കാര്യം പഠിക്കുകയാണെങ്കിലും അതിനെക്കുറിച്ച് ഒരു ഷോർട്ടായിട്ട് നോട്ട് തയ്യാറാക്കുക. മീൻസ് കറക്റ്റായിട്ട് ഓരോന്നിൻ്റെ ഡെഫിനിഷൻ പഠിച്ച് വെക്കുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ആൻസർ ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ഏതൊരു പ്രോബ്ലം ആയാലും തിയറി ആയാലും അതിൻ്റെ സമ്മറിയും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. അതെന്താണ് പറയുന്നത് എന്നോ അല്ലെങ്കിൽ അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നോ മനസ്സിലാക്കിയാൽ എക്സാമിന് അതിൻ്റെ ടോപ്പിക്സ് യൂസ് ചെയ്തിട്ട് നമുക്കത് അറ്റൻഡ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ഓരോ ഡെഫിനിഷത്തിനും അതിൻ്റേതായിട്ടുള്ള കീവേഡ്സ് ഉണ്ടാവും. അപ്പോൾ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ടിപ്പ് നമ്പർ 4, റിവൈസർ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇപ്പോൾ ഒരുവിധ എല്ലാ വെബ്സൈറ്റിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതിലെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെച്ചിട്ട് അതൊന്നുകൂടെ പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ എക്സാമിൻ്റെ തലേന്നോ അങ്ങനെയൊക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ വെയിറ്റേജ് കൂടുതലുള്ള ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ എക്സാമിന് വരാൻ ചാൻസ് കൂടുതൽ. അഥവാ പുതിയ സിലബസൊക്കെയാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ വെയിറ്റേജ് കൂടുതലുള്ള ടോപ്പിക്സ് നോക്കിയാൽ മതി. 5th ടിപ്പ്, റിമെമ്പർ സ്റ്റഡി ടോപ്പിക്സ് ബിഫോർ സ്ലീപ്പ്. നമ്മൾ കിടക്കുന്നതിന് മുന്നേ അന്ന് പഠിച്ചിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ അതൊക്കെ ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ നോക്കുക. ഓരോ ടോപ്പിക്സും അതിൻ്റെ സമ്മറി എന്താണെന്നും ഒന്ന് ഓർത്തെടുത്താൽ അത് മൈൻഡിൽ തന്നെ കിടക്കും. അഥവാ നമുക്കത് കിട്ടാതെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബുക്ക് നോക്കിയിട്ട് എന്താണ് എന്ന് ഒന്ന് പഠിച്ചു വെക്കുക. 6th ടോപ്പിക്, ക്രിയേറ്റ് മൈൻഡ് മാപ്പ് ഫോർ ബിഗ് ചാപ്റ്റേഴ്സ്. ഇപ്പം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള വലിയ ചാപ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു മൈൻഡ് മാപ്പ് തയ്യാറാക്കുക. മീൻസ് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു സ്റ്റോറി പോലെ തയ്യാറാക്കിയാൽ നമുക്കത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയും. 7th ടിപ്പ്, ടീച്ച് ദ ടോപ്പിക് ടു യുവർ സെൽഫ്, ഇറ്റ് ബൂസ്റ്റ് മെമ്മറി. ഇപ്പം നമ്മളോട് തന്നെ പറഞ്ഞ് പഠിക്കുന്ന പോലെ നോക്കുക. ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടീച്ചിങ് മെത്തേഡ് എന്നാണ് പറയുക. അപ്പോൾ അത് നമ്മളോട് തന്നെ പറഞ്ഞ് ശ്രമിക്കാൻ നോക്കുകയാണെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ഒന്നും കൂടെ പഠിക്കാൻ കഴിയും. അതേപോലെ തന്നെ കുറച്ചും കൂടെ മെമ്മറബിൾ ആയിരിക്കും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. 8th ടിപ്പ് പറഞ്ഞാൽ ടൈം ബേസ്ഡ് റിവിഷൻ. ഓരോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിൽ ഒരു 40 മിനിറ്റ് പഠിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ അത് മെമ്മറിക്ക് ക്യാച്ച് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ബ്രേക്ക് എടുത്ത് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ മെമ്മറിയിൽ അത് നിൽക്കാൻ ചാൻസ് കൂടുതലാണ്. 9th ടിപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റേ ഹെൽത്തി ആണ്. പഠിക്കാതിരിക്കുമ്പം ഇതേപോലെ ഒരു ബോട്ടിൽ വെള്ളം നിറച്ച് കൊണ്ടുവെക്കുക. അതേപോലെ തന്നെ ഹാർഷ് ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കാതിരിക്കുക. പിന്നെ 7 to 8 hours കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. ടിപ്പ് നമ്പർ 10, സ്റ്റേ കോൺഫിഡൻറ്റ്, അവോയ്ഡ് നെഗറ്റീവ് തോട്ട്സ്. അപ്പം ലാസ്റ്റ് ടിപ്പ് ഇതാണ്, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക. പഠിക്കാത്തതോ അല്ലെങ്കിൽ കവർ ചെയ്യാത്ത ടോപ്പിക്സിനെ കുറിച്ചിട്ട് ഉള്ള നെഗറ്റീവ് തോട്ട്സ് അവോയ്ഡ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. അപ്പോൾ ഇത്രയും ടിപ്സാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും കോൺഫിഡൻ്റ് ആയി പോയി എഴുതുക.